നടി ഷീലയും മാധ്യമപ്രവർത്തകനും എംപിയുമായ ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള പഴയ ഇന്റർവ്യൂ വൈറലാവുന്നു. നസീറുമായി പിണക്കമുണ്ടായിരുന്നോ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നതും അതിന് നടി ഷീല ഉത്തരം നൽകുന്നതുമായ ഭാഗമാണ് വൈറലാകുന്നത്. നസീർ സാറുമായി നന്നായി ഇണങ്ങി പിണങ്ങി കലഹിച്ച് 3 വർഷക്കാലം മിണ്ടാതെ ഇരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് ചോദിക്കുമ്പോൾ നോ കമന്റ്സ് എന്നാണ് ഷീലയുടെ ഉത്തരം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണെന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ അല്ല എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ബെഡ്റൂമിൽ നടക്കേണ്ട കാര്യം ബെഡ്റൂമിൽ, ഹാളിൽ നടക്കേണ്ട കാര്യം ഹാളിൽ, കിച്ചണിൽ നടക്കേണ്ട കാര്യം കിച്ചണിൽ നടക്കണം. അതാണ് മനുഷ്യധർമ്മം എന്ന് ഷീല പറയുന്നു. പിന്നാലെ ബ്രിട്ടാസ്, പക്ഷേ എന്റെ ചോദ്യത്തോട് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ പൊറുക്കില്ല ദൈവം. ഇവിടെ കയറുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു കുമ്പസാരമാണെന്ന് എന്ന് പറഞ്ഞതും ഷീല ഇതിന് മറുപടിയായി, കുമ്പസരിക്കാൻ ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത്? അതിനല്ലേ ചർച്ചിലേക്കല്ലേ പോകേണ്ടത്? നിങ്ങൾ ഫാദർ ഒന്നുമല്ലല്ലോ എന്നും പറയുന്നു. ഇളമ്പിയനായ ബ്രിട്ടാസ്, അയ്യോ അതുപോലെ ഒരു പരിശുദ്ധനായ മനുഷ്യനല്ല ഞാൻ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയും, പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയില്ല. നോ കമന്റ്സ്. ജോൺ ബ്രിട്ടാസ് കരയരുത് കേട്ടോ, ഇങ്ങനെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരുന്നല്ലോ എന്നാണ് ഷീലയുടെ മറുപടി. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിന്റെ ഈ ഭാഗം വലിയ ചർച്ചയാവുന്നുണ്ട്. സെലിബ്രിറ്റികളുടെ വ്യക്തി ജീവിതത്തിൽ തലയിടാൻ ആരാണ് മാധ്യമപ്രവർത്തകർക്ക് അധികാരം കൊടുത്തതെന്നും മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ വീണ്ടും ചോദിക്കുന്നത് എന്തിനാണെന്നും ആളുകൾ ചോദിക്കുന്നു. മലയാളത്തിലെ പ്രിയപ്പെട്ട നടിയാണ് ഷീല. 1960കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ ഷീല 2 പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു. 1980ൽ സ്ഫോടനം എന്ന ചിത്രത്തോടെ താൽക്കാലികമായി അഭിനയ രംഗത്തു നിന്ന് വിടവാങ്ങിയ താരം 2003ൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ 2ാം വരവ് നടത്തുകയായിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.